ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. കാലങ്ങളായി കേരളം ഉന്നയിച്ച ഒരു ആവശ്യമായിരുന്നു സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിന് പകരം കേരളം, മലയാളം പദത്തിലുള്ള അല്ലെങ്കിൽ മലയാളത്തിൽ ഉപയോഗിക്കുന്ന കേരളം എന്നാക്കി മാറ്റണം എന്ന ആവശ്യം 2023 ഇതിനായി സംസ്ഥാന നിയമസഭ ഒരു പ്രമേയം പാസാക്കിയെങ്കിലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ വിഷയത്തിൽ ചില തടസ്സവാദങ്ങൾ, സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ കേരളം ഉന്നയിച്ചിരുന്നത് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഈ പ്രമേയം കൊണ്ടുവന്ന ഘട്ടത്തിൽ ഭരണഘടനാ അനുച്ഛേദം 3 ഒപ്പം തന്നെ ഒന്നാം ഷെഡ്യൂളിലും ഭേദഗതി വേണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ ഒന്നാം ഷെഡ്യൂളിൽ മാത്രം ഭേദഗതി വേണം എന്നായിരുന്നു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒരു നിർദ്ദേശം. തുടർന്നാണ് 2024 വീണ്ടും സംസ്ഥാനം ഒരു പ്രമേയം പാസാക്കിയത് നിയമസഭയിൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്നാൽ പിന്നീടും ഇത്രയും കാലം കേന്ദ്രം അത് പരിഗണിച്ചിരുന്നില്ല. എന്നാൽ സംസ്ഥാന BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഈ ഒരു ആവശ്യത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. കേന്ദ്ര സർക്കാരിനോട് മലയാളത്തിൽ പ്രയോഗിക്കുന്നത് പോലെ കേരളം എന്ന പേര് മാറ്റണമെന്നും അതാണ് കേരളത്തിന്റെ ജനങ്ങളുടെ താല്പര്യമെന്നും അറിയിച്ചിരുന്നു. ഈ കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു പശ്ചാത്തലത്തിൽ അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്രവും നീങ്ങുന്നത്. ഇന്ന് പുതിയ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സേവാ തീർത്തിൽ ചേരുന്ന ആദ്യ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിലായിരിക്കും ഇക്കാര്യം പരിഗണിക്കുക. അനുകൂലമായ ഒരു തീരുമാനം ഇന്നത്തെ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിൽ ഉണ്ടാകും. കേരളത്തിന്റെ ആവശ്യത്തിന് അംഗീകാരം നൽകും എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. അതിനുശേഷം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. അതോടെ സർക്കാർ രേഖകളിൽ കേരള എന്നതിന് പകരം കേരളം എന്നായിരിക്കും ഇനി മുതൽ ഉപയോഗിക്കുക.